അമെൻമെൻറ്റ് ബില്ലിൻ്റെ സെക്ഷൻ 2 പ്രൊവൈസോ പ്രകാരം മാത്രമേ ആ ഡീഡ് ഇൻവാലിഡ് ആവുള്ളൂ. ഇൻവാലിഡ് ആകുന്നല്ല, ആ ഡീഡ് പ്രകാരം വഖഫിലേക്ക് ഈ ഭൂമി പോകില്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ നിയമപരമായി ഇപ്പോൾ പറഞ്ഞേക്കുന്നൊരു ടെക്നിക്കൽ വിഷയമാണ്. സ്വാഭാവികമായി 1950 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി 2019 വഖഫായി മാറ്റണമെങ്കിൽ അവർ നടത്തേണ്ട സർവേ, അവർ നടത്തേണ്ട നോട്ടിഫിക്കേഷൻസ്, ഇതൊന്നും ചെയ്തില്ല. ആ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ശാശ്വതമായ ഒരു പരിഹാരം എവിടെ ഉണ്ടാകുക? ഈ സിദ്ദിഖ് സേട്ട് കൊടുത്തിട്ടുള്ള രേഖ, അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരു സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള ഭൂമി, അത് വഖഫായി മാറില്ല. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള ഭൂമി വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന ആക്റ്റിലെ പ്രൊവിഷൻ, അത് പുതിയ ഭേദഗതിയിൽ സെക്ഷൻ 2 പ്രൊവൈസോയിലുണ്ട്. അത് സുപ്രീം കോടതിയിൽ വരുമ്പോൾ കൃത്യമായ കേന്ദ്ര സർക്കാരിന് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. അവിടെ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവും. വലിയ മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കഴിയും ഇവിടുത്തെ CPM-നേക്കാൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള അഭിമാനമല്ലേ. തീർച്ചയായിട്ടും BJPക്ക് ഒരു നല്ല മുന്നേറ്റം എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ അതിനുള്ള ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ജനങ്ങളുടെ കയ്യിലാണ്, അവർക്ക് കൊടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, മാറാത്തത് ഇനി മാറും. ആ വികസിത കേരളം എന്ന കൺസെപ്റ്റിനെ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ ജനം അംഗീകരിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. BJP അവിടുത്തെ, നിങ്ങൾക്കറിയാം, അവിടെ തികച്ച് 25 പേര് നമ്മുടെ സജീവ പ്രവർത്തകർ ഇല്ലാത്തൊരു നാടാണ്. അല്ല ആ മുനമ്പം വാർഡല്ലേ, നമുക്കവിടെ ആ വാർഡ് ഇല്ല, 25 പ്രവർത്തകർ ഇല്ലാത്തൊരു വാർഡാണ്. ഞങ്ങളവിടെ ഇടപെട്ടത് വോട്ടിന് വേണ്ടിയല്ല, ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടത്. ഇത് സംസ്ഥാനത്തെ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമാണ്. മുനമ്പം സമരം തുടങ്ങിയതിന് മുമ്പാണ് വഖഫ് ഭേദഗതി ബില്ലിൻ്റെ ഡ്രാഫ്റ്റിംഗ്. വഖഫ് ഭേദഗതി ബില്ല് 2021 ഡ്രാഫ്റ്റിംഗ് തുടങ്ങിയതാണ്. അപ്പം ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, നമുക്കവിടെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് നമ്മൾ നിന്നിട്ടില്ല. പക്ഷേ അവിടെ ഒത്തിരി ആളുകൾ ഇന്നും BJPയിൽ ഭാഗമാണ്. ഇന്ന് ആ വാർഡിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ BJP ആണ്, ഒരു സംശയമില്ല. അത് ജനം നമ്മളോടൊപ്പം എത്തിയതാണ്. ആരോട് ഇത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, ആ നാട്ടുകാരനും കൂടെയാണ് അദ്ദേഹം. ഈ നിമിഷം വരെയും അവർ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, കാരണം നിങ്ങൾക്ക് എന്ന് തോന്നുന്ന അപ്പം മതി. ഞങ്ങൾ അവിടെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗം നടന്നപ്പോൾ പോലും ഞങ്ങൾ തീരുമാനമെടുത്തു, മുനമ്പത്ത് അത് വേണ്ട, അവർക്ക് തീരുമാനം എടുക്കട്ടെ, അവർ നമ്മളോടോട് വരണമെന്ന് അവർ തീരുമാനം എടുക്കും മതി. ഞങ്ങൾക്ക് ഇന്ന് മുനമ്പത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അത് അവർക്കുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നും അവിടെ ഒരു വിഭാഗത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി കുറേ ആളുകൾ, അവരിപ്പോഴും പല രാഷ്ട്രീയത്തിൻ്റെ പിടിയാളുകൾ അവിടെ ഉണ്ട്, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഇന്ന് സമരം അവസാനിക്കുകയാണ്. പക്ഷേ സമരമല്ല, അവിടെ ആ കുടിൽ കെട്ടിയുള്ള സമരമാണ് അവസാനിക്കുന്നത്. അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. ആ പോരാട്ടം അവർക്ക് പൂർണ്ണ അവകാശം കിട്ടുന്നിടം വരെ, എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും അവസാനം വരെ ഞങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ സുപ്രീം കോടതിയിൽ അവർക്ക് കാവലായി BJP ഉണ്ടാവും. നിഷാദാണ്. അവർ പോസ്റ്റർ കണ്ടില്ലായിരുന്നോ? അവരുടെ ഔദ്യോഗികമായിട്ട് പോസ്റ്റർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്തോ നിഷാദ് ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടുവരുന്നത്. ഇതാണ് UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ. സുറുമി യൂസഫ്, ഈരാറ്റുപേട്ട 13-ാം നഗരസഭ നടക്കൽ വാർഡ് UDF പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി. ഇതിനെ ബിനോയ് വിശ്വം നിഷേധിച്ചിട്ട് കാര്യമുണ്ട്? അല്ല ഈ UDF-ൻ്റെ ഇപ്പോൾ ഇന്ന് തങ്ങൾ എന്തോ നിഷേധിച്ചിട്ടുണ്ട്. എന്തിനാ ഇവർ നിഷേധിക്കുന്ന? ഇത് ഇങ്ങനെ പോസ്റ്റർ അടിച്ച് വെച്ചിട്ട് കണ്ണടച്ചിട്ട് ഇരുട്ടാന്ന് പറയാൻ കാര്യമുണ്ടോ? ഏതൊരു പക്ഷിയുണ്ടോ തല മണ്ണിനടി കുത്തിയിട്ടിട്ട് പറയുന്ന പോലെ? അതുപോലെയാണത്. PDPയുടെ ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹം. 9-ാം വാർഡിൽ ഔദ്യോഗികമായി നിങ്ങൾ വരണം, നിങ്ങൾ ഈരാറ്റുപേട്ടയ്ക്ക് വാ. അവിടെ 9-ാം വാർഡിൽ പോസ്റ്റർ അടിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സി LDF സ്ഥാനാർത്ഥിയാണ്. അത് ബിനോയ് വിശ്വം നിഷേധിച്ച പിണറായി വിജയനോട് ചോദിക്കാൻ പറ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേക്കുന്നത്. ബിനോയ് വിശ്വം അറിഞ്ഞു കാണില്ല.